ഹലോ ഗൈസ്, എല്ലാവരും ക്രിപ്റ്റോമേനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഹാംസ്റ്റർ കോംബാറ്റിൽ പ്ലേ ഗ്രൗണ്ട് സെഷനിൽ ഇന്ന് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള 3 ഗെയിംസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ഗെയിംസും നമ്മൾ കളിച്ചു. മുന്നത്തെ ഒരു ഗെയിം കൂട്ടിയിട്ട് 4 ഗെയിമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷനിൽ ഒരു ഡേ നമുക്ക് ഒരു ഗെയിമിൽ നിന്ന് 4 കീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അതായത് ഓരോന്നിൽ നിന്നും പുതിയ വന്ന ഗെയിംസാണ് മൈക്ലോണാമി, ചെയിൻ ക്യൂബ്, ട്രെയിൻ മൈനർ. ഓക്കെ, ഈ 3 ഞാൻ ഓരോ കീസ് വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ഒപ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് ഗെയിം കളിച്ചാലാണ് നമുക്ക് പെട്ടെന്ന് കീസ് കിട്ടുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കേസ് എന്താണെന്ന് വെച്ചാൽ ഇത് 3 ഓൾമോസ്റ്റ് ഒരു 100 MB അല്ലെങ്കിൽ ചില ഒരു ഗെയിം 100 MB കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും മൊബൈലിൽ എല്ലാവർക്കും സ്പേസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഓൾറെഡി ഈ ബൈക്ക് റൈഡർ തന്നെ പലർക്കും കിട്ടുന്നുണ്ടായിരുന്നില്ല കീസ്. അപ്പോൾ നോർമലി അതിൻ്റെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ 4 ഗെയിം കളിക്കുമ്പോഴാണ് ഒരു കീ കിട്ടുക നമുക്ക്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ ഒരു പാറ്റേണിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ മറ്റേ 3 ഗെയിംസ് വന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 3ൻ്റെയും ഒരു ബ്രീഫായിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ പോലെ പറയുന്നുണ്ട് ഈ ഗെയിമിൽ. അതുപോലെ തന്നെ ഏത് ഗെയിംസിലാണ് പെട്ടെന്ന് കീസ് കിട്ടുക അതും നമ്മളിതിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഗെയിമാണ് മൈ ക്ലോൺ ആർമി എന്ന് പറഞ്ഞത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ പ്ലെയർ. ഇതാണ് നമ്മുടെ ക്ലോണുകൾ ഈ ഒരു സ്പോട്ടിൽ നിന്ന് എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് ഈ അരീനയുടെ ഉള്ളിലേക്ക് പ്ലേ ഗ്രൗണ്ടിലേക്ക് പോവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ പ്ലെയേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊരു ബോസ് റൗണ്ടാണ്, അപ്പോൾ വേറെ പ്ലെയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ പോയിട്ട് അറ്റാക്ക് ചെയ്യുക, അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പരിപാടി അറ്റാക്ക് ചെയ്യലല്ല. അറ്റാക്ക് ചെയ്യാൻ നമുക്ക് പറ്റും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ പോയിൻ്റ് നമ്മുടെ ക്ലോണുകൾ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ക്ലോണുകൾ അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെ പോയിൻറ്റ്സ് വീഴും. ആ പോയിൻറ്റ്സ് നമുക്ക് കളക്ട് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് ഈ സ്പോട്ടിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ തിരിച്ച് നമ്മുടെ ഹെൽത്ത് ഫില്ലായി കിട്ടും. ഓക്കെ, ആ പോയിൻറ്റ്സ് നമ്മൾ കളക്ട് ചെയ്യാൻ മാക്സിമം, എന്നിട്ട് മാക്സിമം പോയിൻറ്റ്സ് കളക്ട് ചെയ്തിട്ട് പല സ്ഥലങ്ങളിൽ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ നമ്മൾ കളക്ട് ചെയ്ത പോയിൻറ്റ്സ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവാം. ഇതുപോലെ ഇടയിൽ ആഡ് ബ്രേക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റില്ല. മസ്റ്റായിട്ടും വാച്ച് ചെയ്താലാണ് കളി പ്രോഗ്രസ് ചെയ്യുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കളി കുറച്ച് നേരം കളിച്ച് കഴിയുമ്പോൾ സൈഡിൽ ഹാംസ്റ്ററിൻ്റെ ചിഹ്നമുള്ളടത്ത് എന്ത് വരും, മറ്റേ റെഡ് ടിക്ക് വരും. ആ സമയത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കോഡ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ കോഡ് നമ്മൾ നേരെ ഗെയിമിൽ പോയിട്ട് ഈ മൈക്ലോൺ ആർമിയുടെ ഇതിൽ തന്നെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, റെഡീം ചെയ്യുക. ഓക്കെ, ഇതിന് സ്പെസിഫിക് ആയിട്ടൊരു ഇൻ്റർവെൽ ഇല്ല. ഇപ്പോൾ നമ്മൾ ഓരോ ലെവൽസ് കണ്ടിന്യൂസ് ആയിട്ട് കളിച്ച് പോവാം. അപ്പോൾ 1-2 ലെവൽ കഴിയുമ്പോഴാണ് നമുക്ക് ഈ ടിക്കറ്റ് വരുന്നത്, അല്ലെങ്കിൽ കോഡ് വരുന്നത് ഈ ഒരു ഗെയിമിൽ. സെക്കൻഡ് ഗെയിമാണ് മൈ ചെയിൻ ക്യൂബ് എന്ന് പറഞ്ഞത്. ഇതിൽ സംഭവം വളരെ സിമ്പിളാണ്. പിന്നെ ഉള്ളതിൽ പുതിയതായിട്ട് വന്നതിൽ ഏറ്റവും സിമ്പിളായുള്ള ഗെയിമും അതുപോലെ ആഡ് ഭയങ്കര കുറവുള്ള ഗെയിമാണിത്. ഓക്കെ, അപ്പോൾ ഇതെന്താ സംഭവം വെച്ചാൽ നമുക്കിവിടെ ക്യൂബ് വരും. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലത്തെ ഇപ്പോൾ 64 ക്യൂബ് എന്നുള്ളതെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് വിടാം. നമുക്ക് എവിടേക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഡ്രാഗ് ചെയ്ത് വിടാൻ പറ്റും. ഇത് വിടുന്നതനുസരിച്ച് സെയിം ക്യൂബുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ എന്ത് ചെയ്യും, അത് മൾട്ടിപ്ലൈ ചെയ്യും. ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവാം. ഇതിനും അങ്ങനെ പ്രത്യേകിച്ച് റൗണ്ടോ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ മാക്സിമം കളിച്ച് പോവാം. കുറേ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് വരും, ഇവിടെ നമുക്ക് ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും ഒരു ഹാംസ്റ്ററിൻ്റെ ചിഹ്നമുള്ളത്. ആ ഹാംസ്റ്ററിൻ്റെ ചിഹ്നത്തിൽ മറ്റേ റെഡ് ഡോട്ട് പോലെ സൈൻ വരും, അല്ലെങ്കിൽ അവിടെ ഒരു ചെറിയൊരു ബ്രൈറ്റ്നസ് വരും. ഓക്കെ, അപ്പോൾ ആ ടൈമിൽ നമുക്ക് അവിടെ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കോഡ് കാണാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് കോപ്പി ചെയ്യാം, കൊണ്ടുപോയി എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇതാണ് സംഭവം. സ്പെസിഫിക് ആയിട്ട് ഇത്ര ടൈം എടുക്കണം എന്നില്ല, പല രീതിയിലാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുക. ഇവിടെ നമുക്ക് ഇത് വരും. ഇറങ്ങിയ ഗെയിംസിലെ ഏറ്റവും വേഴ്സ്റ്റ് ഗെയിമായിട്ട് തോന്നിയിട്ടുള്ള ഗെയിമാണ് ട്രെയിൻ മൈനർ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഡ്യൂറേഷനാണ് ഈ ഗെയിം എടുക്കുന്നത്. ഡ്യൂറേഷൻ എടുക്കുന്നത് മാത്രമല്ല, ഇടയിൽ ഓൾമോസ്റ്റ് ഒരു 1 മിനിറ്റിന് ഇടവിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ആഡ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സംഭവം ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെയിനിൽ ബോഗീസ് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. സ്പീഡ് കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്പീഡ് എന്നുള്ള, പിന്നെ കപ്പാസിറ്റി കൂട്ടാൻ പറ്റും. നമ്മൾ ജസ്റ്റ് സ്ക്രീനിൽ എവിടെയെങ്കിലും തൊടാണെന്നുണ്ടെങ്കിൽ ഈ ട്രെയിൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഓടുന്നതനുസരിച്ച് ആ ബോഗീസുമ്പോൾ കട്ടറുണ്ട്, അത് വെച്ചിട്ട് സൈഡിലുള്ള മരങ്ങൾ, കല്ല് സംഭവങ്ങളൊക്കെ അതെന്ത് ചെയ്യും, ഇങ്ങനെ ഉടച്ച് കളക്ട് ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ ഡെബ്രീസ്. എന്നിട്ട് നമ്മൾ ഇനിഷ്യൽ പോയിന്റിൽ എടുക്കുകയാണെങ്കിൽ ആ കളക്ട് ചെയ്ത സംഭവങ്ങൾ അവിടെ കൊടുത്തിട്ട് അൺലോഡ് ചെയ്തിട്ട് നമുക്ക് പോയിന്റ്സ് കിട്ടും. ആ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ. ആ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ബോഗീസ് ആഡ് ചെയ്യാൻ പറ്റും. ബോഗീസ് മെർജ് കൊടുക്കുകയാണെങ്കിൽ ബോഗീസ് കൂടിച്ചേരും. ഇതിൻ്റെ ഏറ്റവും വേസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ആഡ് വരും.
നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ എന്ത് ചെയ്യുക, ഈ ട്രീകൾ അല്ലെങ്കിൽ പാറകൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ പ്ലേ ഗ്രൗണ്ട് എന്ത് ചെയ്യണം, ഈ റെയിൽ മാക്സിമം വലുതാക്കാനാണ് നോക്കേണ്ടത്. ഓക്കെ, വലുതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ കാണാൻ പറ്റും, അതായത് ഇവിടെ സൈഡിൽ ഹാംസ്റ്റേഴ്സിന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഹാംസ്റ്ററിൻ്റെ അവിടെ എത്തുന്ന വരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് സൈഡിലുള്ള സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് ട്രെയിനിൻ്റെ സ്പീഡും സംഭവങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയിട്ട് ഇതുപോലത്തെ സ്റ്റാറ്റ്യൂസ്, ഹാംസ്റ്ററിൻ്റെ സ്റ്റാറ്റ്യൂമോ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പോയിന്റ് കിട്ടും. അതുപോലെ നിങ്ങൾക്ക് 3 പോയിന്റ് കിട്ടുമ്പോൾ ഈ ഇവൻ്റ് എന്നുള്ള സെഷനിൽ തൊടാണെങ്കിൽ കാണാൻ പറ്റും, ഇവിടെ 3 ഹാംസ്റ്റർ ചിഹ്നം കാണാൻ പറ്റും. ഇതുപോലെ 3 സ്റ്റാറ്റ്യൂസ് നിങ്ങൾ കളക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു പ്രൊമോ കോഡ് കിട്ടുക. അത് നിങ്ങൾ ട്രെയിൻ മൈനറിൻ്റെ സെഷനിൽ പോയിട്ട് അവിടെയാണ് റെഡീം ചെയ്യേണ്ടത്. പക്ഷേ ഇത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. 3 കിട്ടാനായിട്ട് ഒരു ഗെയിമിൽ 3 കിട്ടില്ല, 2 മിനിമം കിട്ടുന്നത്. അത് മാത്രമല്ല 1 മിനിറ്റ് വെച്ചിട്ട് ആഡും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കളിക്കാൻ ടൈം ഇല്ലാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ഒഴിവാക്കേണ്ട ഗെയിമാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇത് വരുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ബൈക്ക് റേസിങ്ങിനാണ്. അതിന് ഒരു പർട്ടിക്കുലറായിട്ട് ഒരു പാറ്റേൺ പോലെ ഉണ്ട്. കറൻ്റ്ലി ഒരു 4 ഗെയിമൊക്കെ കളിക്കുമ്പോൾ, അല്ലെങ്കിൽ 5 ഗെയിം 6 ഗെയിമിലൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 4 ഗെയിംസിലും ഏറ്റവും ബെസ്റ്റ് ഗെയിം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ബൈക്ക് റൈഡ് തന്നെയാണ്. അത് ചിലപ്പോൾ നമ്മൾ അത് കളിച്ച് കുറച്ച് ഇതായതുകൊണ്ടായിരിക്കും തോന്നുന്നത്. പക്ഷേ എന്നാലും ഈ ട്രെയിൻ മൈനറിനേക്കാളും ക്ലോൺ ആർമി, ഈ ട്രെയിൻ മൈനർ അതുപോലെ തന്നെ ക്ലോൺ ആർമി, അതിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് വരും, ആഡ് വരും. ഓക്കെ, അപ്പോൾ ആ ആഡ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ബാക്ക് അടിച്ച് പോകാനോ അങ്ങനത്തെ ഒരു ഓപ്ഷനൊന്നുമില്ല. ആഡ് ഇല്ലാത്തതാണ് ചെയിൻ ക്യൂബ്. പക്ഷെ അത് കുറച്ച് അധികം നേരം കളിക്കേണ്ടി വരും നോർമലുള്ള പോലെ. പക്ഷേ ഏറ്റവും സിമ്പിളായുള്ള ഗെയിം ബൈക്ക് റൈഡ് തന്നെയാണ്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല പലരും ചാറ്റ് GPT അല്ലെങ്കിൽ കണിയാണ് ടെലഗ്രാം അക്കൗണ്ട് അങ്ങനെയൊക്കെ ഓരോ ബോട്ടുകളൊക്കെ വഴി ഇതിൻ്റെ സിമിലറായുള്ള കോഡുകൾ വെച്ചിട്ട് കോഡ് കണ്ടുപിടിക്കുന്നവരുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ മാക്സിമം കോഡുകൾ, നിങ്ങൾ പ്രൊമോ കോഡ് റെഡീം ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം കളിച്ച് തന്നെ റെഡീം ചെയ്യണതാണ് നല്ലത്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഒരു സമയത്ത് കുറച്ച് നാൾ മുന്നേ വരെ കുറേ പേര് ഓട്ടോ ക്ലിക്കറൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിൽ ഹാംസ്റ്ററിന്ന് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു പേടിയായിരുന്നു ഓട്ടോ ക്ലിക്കർ യൂസ് ചെയ്തവരൊക്കെ അക്കൗണ്ട് ബാൻ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതേ പേടി പറഞ്ഞവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ വേറെ മെത്തേഡ്സൊക്കെ വഴി ഫേക്കായുള്ള കോഡ് വെച്ചിട്ട് റെഡീം ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഈ ഗെയിം കൊണ്ടുവന്ന സമയത്ത് അവർ കറക്റ്റായിട്ട് പറഞ്ഞത്, ഈ ഗെയിം കൊണ്ടുവരുന്നത് റിയൽ പ്ലെയേഴ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഗെയിം കളിച്ചിട്ട് കോഡ് എടുക്കാൻ പറ്റുള്ളൂ. ബോട്ടുകൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഗെയിം കളിക്കാനോ അങ്ങനെ കോഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഫേക്കായുള്ള പ്ലേയേഴ്സിനും അതുപോലെ തന്നെ വേറെ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യുന്നവരെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നൊരു പരിപാടിയാണെന്നാണ് പറയണത് ഇത് ഗെയിം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വീണ്ടും നിങ്ങൾ ഫേക്കായുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ ഇത്ര നാളുള്ള പ്രയത്നം ചിലപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ട് ചിലപ്പോൾ ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര നാൾ ചെയ്തൊക്കെ വെറുതെ ആയിപ്പോവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോഡുകൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ കളിച്ച് തന്നെ കോഡ് ഉണ്ടാക്കാൻ നോക്കാം. ഏറ്റവും സിമ്പിളായുള്ള ഗെയിം ഇപ്പോഴും ബൈക്ക് റൈഡ് തന്നെയാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ ബാക്കി 3 നിങ്ങൾ ട്രൈ ചെയ്തോളൂ. ഈ 2 ഫുള്ള് ആഡാണ്. ഇതാണ് പിന്നെയും ആഡ് കുറവുള്ളത്. ഓക്കെ.